ചിക്കൻ മോമോസ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. ഇതിലൊട്ടും ഓയിൽ നമ്മൾ ചേർക്കുന്നില്ല. പക്ഷെ നമ്മളിതിന് മൈദ ചേർക്കുന്നുണ്ട്. പിന്നെ മൈദ ഉപയോഗിക്കാത്തവർക്ക് മൈദക്ക് പകരം ആട്ട വെച്ചിട്ടും ഇത് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആട്ട വെച്ചിട്ടുള്ള മോമോസിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കാം. നല്ല ടേസ്റ്റിയാണ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിന്ന് മൈദ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒട്ടും ഓയിലൊന്നും ഇല്ലാതെ ഒരു അടിപൊളി ചിക്കൻ മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മോമോസിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി പൂരിയൊക്കെ കുഴക്കുന്നത് പോലെ അല്ലെങ്കിൽ സമൂസയുടെ മാവൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിന് മാത്രം ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക. ചിക്കൻ മോമോസിന് വേണ്ടിയിട്ടുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചതിന് ശേഷം ഇത് നമുക്ക് ബൗളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. മോമോസിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ്. എല്ലില്ലാതെ തന്നെ എടുക്കുക, കാരണം നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലൊട്ടും എല്ലുണ്ടാവരുത്. അപ്പോൾ നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഇതുപോലൊരു ഫുഡ് പ്രോസസ്സറിലോ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് ആവണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ മുഴുവനും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വരെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി. ഇതിപ്പോൾ ഒലീവ് ഓയിലാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫില്ലിംഗ് കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കണം എന്നുള്ളവർക്ക് കുറച്ച് പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവോ കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ മാവിൽ നിന്ന് നമുക്കൊരു ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വലിപ്പത്തിലുള്ളൊരു ഉരുള എടുക്കാം. എന്നിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് നേരിയതായിട്ട് പരത്തിയെടുക്കണം. കുറച്ച് പൊടിയിട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. നല്ല നേരിയതായിട്ട് വലുതായിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. മാവ് നല്ല വലുതായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലൊരു ബൗളോ ഗ്ലാസ്സോ മറ്റോ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. കൂടുതൽ വലിപ്പമാവരുത്. മോമോസിന് വേണ്ടിയിട്ട് അധികം വലിപ്പമില്ലാത്ത ഒരു പൂരിയേക്കാളൊക്കെ ചെറിയ വലിപ്പത്തിലുള്ള മാവാണ് നല്ലത്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് ഇവിടെ മാറ്റി വെക്കുകയാണ്. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവും പരത്തിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. മുഴുവൻ പരത്തി കട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കിയ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വരെയൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ, കാരണം ഇത് ചെറിയ മോമോസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതിങ്ങനെ ഞാൻ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ സാധാരണ മോമോസ് ഉണ്ടല്ലോ, അതേ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് കുറച്ചുകൂടി എപ്പോഴും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. മോമോസ് നമുക്ക് കടകളിൽ പല ഷേപ്പിലും കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇതുപോലെ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തുർക്കി പത്തിരിയുടെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇത് പ്ലേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് പ്രസ് ചെയ്യുക, അതുപോലെ താഴ്ഭാഗം ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് രണ്ടാമത്തെ മോമോസും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം.
നല്ല എളുപ്പമാണ് കേട്ടോ ഇതുപോലെ പ്ലേറ്റ് വെച്ച് കൊടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അടിഭാഗവും കുറച്ചൊന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രത്തിൽ ഇത് നന്നായിട്ട് ചെരിഞ്ഞ് വീഴാതെ നിന്നോളും. അതുകൊണ്ട് ഉണ്ടാക്കിയതിന് ശേഷം അടിഭാഗം കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുഴുവൻ ചിക്കൻ മോമോസും ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ മോമോസ് ആയതുകൊണ്ട് തന്നെ ഇത്രയും അളവിൽ ഉണ്ടാക്കിയിട്ട് ഒരുപാട് മോമോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതോ വലുതോ അതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് വേവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമർ വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ മോമോസ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മുഴുവനും നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് രണ്ടാമത് സ്റ്റീം ചെയ്യാം. താഴെയും മുകളിലുമായിട്ട് ഞാൻ വെക്കുന്നില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും ഇത് വേവിച്ചെടുക്കണം. കാരണം നമ്മളിതിൽ കുക്ക് ചെയ്യാത്ത ചിക്കനാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും കുറഞ്ഞത് എന്തായാലും ആവശ്യമുണ്ടാവും. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ചിക്കൻ മോമോസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ബാക്കിയുള്ള മോമോസും കൂടി നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് മോമോസ് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. ഇന്ന് എനിക്ക് ചട്നി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നീട് ഒരു ദിവസം തീർച്ചയായിട്ടും കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ മോമോസ് ചട്നി കൂട്ടിയിട്ട് തന്നെ ചിക്കൻ മോമോസ് കഴിക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ മോമോസ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്